ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളിയുടെ രാഷ്ട്രീയ ബോധത്തെയും സോഷ്യൽ മീഡിയയിലെ വാക്പോരുകളെയും ഒരുപോലെ ഇളക്കി മറിച്ച ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആരാണ്? കേരള രാഷ്ട്രീയത്തിലെ അതികായനായ വി. എസ്. അച്യുതാനന്ദൻ നമ്മളെ വിട്ട് പിരിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറിയ ഒരു പ്രയോഗമുണ്ട്: അവസാനത്തെ കമ്മ്യൂണിസ്റ്റ്. കേട്ടപാടെ നമ്മുടെ പ്രിയ നടനും ബുദ്ധിജീവിയുമായ ജോയ് മാത്യു സാർ ഒട്ടും വൈകിച്ചില്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടങ്ങ് കാച്ചി. കമ്മ്യൂണിസത്തിന്റെ അവസാന മാതൃകയും അവസാനിച്ചു എന്ന് വി. എസിനൊപ്പമുള്ള ഒരു ചിത്രം സഹിതം അങ്ങനെ അങ്ങ് കുറിച്ചു. ജോയ് മാത്യു സാറിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടാൽ അതിനൊരു മറു പോസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. പതിവ് പോലെ വിമർശനങ്ങൾ ഉണ്ടായി. അതോടെ തുടങ്ങിയല്ലോ ബഹളം. കമ്മികളുടെ നിലവിളി കേട്ട് ചിരിയടക്കാനാവുന്നില്ല എന്ന് ജോയ് മാത്യു അടുത്ത പോസ്റ്റിലിട്ടു. വി. എസിന് ശേഷം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരാളെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു വെല്ലുവിളി. അതും പോരാഞ്ഞിട്ട് വി. എസിനെങ്കിലും കാണിച്ചു തന്നാൽ എന്റെ മുൻ പോസ്റ്റ് ഫ്രീ ആയി പിൻവലിക്കാമെന്നും. ഹോ, എന്തൊരു ചോദ്യം! വി. എസ് എന്ന് പറഞ്ഞാൽ അത് പുതിയൊരു അളവുകോലാണോ ആവും? ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ അളക്കുന്നത് മീറ്ററിലോ കിലോയിലോ അല്ലാതെ വി. എസ് യൂണിറ്റിലാകുമോ? ഇവിടെ ഒരു വി. എസ് ഉണ്ട്, ഇവിടെ വി. എസ് ഉണ്ട്, അടുത്ത വാർഡിൽ ഒരു കാൽ വി. എസ് ആയാലോ? എന്തായാലും കമ്മ്യൂണിസ്റ്റ് അണികളെ അളക്കാനുള്ള പുതിയൊരു സ്കെയിൽ കണ്ടുപിടിച്ച ജോയ് മാത്യുവിന് ഒരു ബിഗ് സല്യൂട്ട്. സത്യം പറഞ്ഞാൽ ജോയ് മാത്യു ചോദിച്ചതിൽ എന്താണ് തെറ്റ്? വി. എസ്. അച്യുതാനന്ദൻ എന്ന വ്യക്തിയുടെ ജീവിതവും രാഷ്ട്രീയ നിലപാടുകളും ഇന്നത്തെ പല കമ്മ്യൂണിസ്റ്റ് വ്യവസായികളുടെയും ജീവിതവുമായി താരതമ്യം ചെയ്തു നോക്കൂ. അഴിമതിക്കെതിരെ വി. എസ് എടുത്ത ഉറച്ച നിലപാടുകൾ, ജനകീയ പ്രശ്നങ്ങളിൽ നടത്തിയ ധീരമായ പോരാട്ടങ്ങൾ, അധികാരത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം, ഇതൊക്കെ ഇന്നത്തെ ന്യൂജൻ സഖാക്കൾക്ക് ഒരു മാതൃകയാണോ? അതോ കേവലം പ്രസംഗവേദികളിൽ മാത്രം ഒതുങ്ങുന്ന വാചക കസർത്തുകളോ? ഇന്ന് കമ്മ്യൂണിസം എന്നാൽ എന്താണ്? കമ്മ്യൂണിസം എന്നത് ഒരു വ്യക്തിയിലോ നേതാവിലോ ഒതുങ്ങുന്ന ഒന്നല്ലെന്ന് വാദിക്കുന്നവർ എവിടെയാണ് ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ ജനകീയ മുഖം? ജനകീയ സമരങ്ങളെ ഫാസിസ്റ്റ് മൂരാച്ചി മനോഭാവത്തോടെ തള്ളിക്കളയാൻ തുടങ്ങുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാഠപുസ്തകമാണ് വി. എസ് എന്ന് ഹരീഷ് പേരടി പറയുമ്പോൾ ആ പാഠപുസ്തകം ഇന്ന് ആരുടെയൊക്കെ കൈകളിലാണുള്ളത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സോഷ്യൽ മീഡിയയിൽ മാത്രം ചെങ്കൊടി പിടിക്കുന്ന ഒരു വിഭാഗം മാത്രമാണോ ഇന്ന് കമ്മ്യൂണിസത്തിന്റെ വക്താക്കൾ? കമ്മ്യൂണിസ്റ്റ് വ്യവസായികളുടെ കാലത്ത് ഇനിയൊരു വി. എസ് ഇല്ല. അത് ഓരോ കേരളീയനെയും സങ്കടപ്പെടുത്തുന്നു എന്ന് ജോയ് മാത്യു പറയുമ്പോൾ ആ വാക്കുകളിൽ ഒരു 100 സത്യങ്ങളുണ്ട്. കെട്ടിട സമുച്ചയങ്ങളും ഭൂമി കച്ചവടവും പാർട്ടി ഫണ്ടിലെ ദുരൂഹതകളും ഒക്കെയായി വാർത്തകളിൽ നിറയുന്ന പുതിയ കമ്മ്യൂണിസ്റ്റുകൾക്ക് വി. എസിന്റെ ലാളിത്യവും ആദർശ ശുദ്ധിയും ഉൾക്കൊള്ളാൻ കഴിയുമോ? അതോ വി. എസ് എന്ന പേര് വെറും ഒരു വോട്ട് ബാങ്ക് തന്ത്രം മാത്രമായി മാറിയോ? വി. എസ് ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ പോസ്റ്റർ അടിച്ച് ലൈക്കുകൾ വാരിക്കൂട്ടാൻ മാത്രമാണോ ഇന്ന് പലരും ശ്രമിക്കുന്നത്? അതോ യഥാർത്ഥത്തിൽ ആ ആദർശ ധീരന്റെ പാത പിന്തുടരാൻ ആരെങ്കിലും ഉണ്ടോ? ജോയ് മാത്യുവിന്റെ ചോദ്യം പ്രസക്തമാണ്. ഇവിടെ ആരെങ്കിലും ഒരു വി. എസിനെയെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ചുരുക്കത്തിൽ വി. എസിന്റെ വിയോഗം ഒരുപാട് ചർച്ചകൾക്ക് തിരികൊളുത്തി. കമ്മ്യൂണിസം അവസാനിച്ചുവോ അതോ പുതിയ രൂപത്തിൽ, ഒരുപക്ഷെ തിരിച്ചറിയാനാവാത്ത രൂപത്തിൽ തുടരുകയാണോ എന്നൊക്കെ ഇനിയും കണ്ടറിയണം. പക്ഷെ ഒന്നുറപ്പാണ്, ഈ ചർച്ചകൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചിരിയുടെ വെടിക്കെട്ട് തന്നെ നടന്നു. അപ്പോൾ ആരാണ് നിങ്ങളുടെ മനസ്സിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ്, അല്ലെങ്കിൽ ആദ്യത്തെ പാഠപുസ്തകം? കമ്മ്യൂണിസത്തെ വ്യക്തികളിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.